മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വൺസ് ഇൻ എ വൈൽ മേ ബി ഒരു 3-4 ദിവസത്തിനിടയ്ക്ക് ഒരു വീഡിയോ, ഒരു കണ്ടന്റ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ വെച്ചിട്ട്, വെദർ ഇഫ് ഇറ്റ് ഇസ് റിലീജിയസ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഓർ അതർ എനിത്തിങ് റിലേറ്റഡ് ടു, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ പത്രവായന, അറിയാലോ പത്രവായന, അതേപോലെ ഒരു ദിവസം എനിക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുന്നതിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുള്ള പഴയതും പുതിയതുമായിട്ടുള്ള ന്യൂസുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെ അതിനെ പറ്റിയിട്ട് ഒരു ലഘു വിവരണം, അല്ലെ എൻ്റെ ഒപ്പീനിയൻ, അല്ലെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ന്യൂസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കാണാനിടയായി. അപ്പോൾ അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏതാനും ചില ന്യൂസ് കട്ടൗട്ടുകളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടന്റുകളെയോ ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെ അതിനെ നമുക്ക് കാര്യമായിട്ടൊന്ന് വിശകലനം ചെയ്യാം എന്ന് കരുതി. ഒരു അരമണിക്കൂർ മുന്നേ ഞാനൊരു വീഡിയോ കാണാനിടയായി. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. തമാശകൾ പ്രായത്തിനനുസരിച്ചാവണം മോളെ, അധികമായ പ്രായത്തിനനുസരിച്ചാവണം മോളെ, അധികമായാൽ അമൃതും വിഷം എന്നാണ്. കൊണ്ട് മിത്രങ്ങളെ ഉരുപൊട്ടി കേവലം ഒരു 5-6 വയസ്സുള്ള ഒരു ചെറിയൊരു മോള് ഒരു ട്രോൾ വീഡിയോ ചെയ്തതിന്റെ അടിയിൽ മുഴുവൻ തെറിയാണ് സംഖ്യകളെ. തെറി എന്നൊക്കെ വെച്ചാൽ എന്തോരം തെറി എന്നറിയാം. അതായത് ഒരു ചെറിയ കുട്ടി ആണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാണ്ടാണ് ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ചങ്ങായിമാരെ, ഇവിടെ LDF, UDF, മുസ്ലിം ലീഗിനും, മുസ്ലിം ലീഗിനൊക്കെ ട്രോളിയിട്ട് കൊല്ലനാണ്. ഇപ്പോൾ അവരൊരു വീഡിയോ ട്രെൻഡിങ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കൊന്നുകൊല വിളിച്ചിട്ട് അവരാരും ഈ പറഞ്ഞ പോലെ അസഹിഷ്ണുതയോടോ അല്ലെങ്കിൽ ഇതേപോലെ തെറിവിളിയോ ഒന്നും ഞാൻ എടുക്കുക അവരൊന്നും കമന്റ് ബോക്സിൽ അങ്ങനത്തെ ട്രോൾ ചെയ്തവരൊന്നും ഞാൻ കണ്ടിട്ടില്ലടാ. പക്ഷെ സംഖ്യള ഒരു ചെറിയൊരു ഒരു മകളാന്ന് പോലുള്ള പരിഗണന കൊടുക്കാണ്ട് ആ പെണ്ണിന് ആ ചെറിയൊരു മോളെടുത്തിട്ട് ഇവർ ഊക്കി എന്തൊക്കെയാ തെറികളാണ് ആ ചെറിയ മോളെ ഇവർ വിളിക്കുന്നത്. അവിടെ ഉളുപ്പുണ്ടടാ നായ്ക്കള. നിങ്ങൾക്ക് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ആയിട്ട് കാണാൻ ശ്രമിക്കടാ. ഇവിടെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഭയങ്കരമാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ടുവരും പറയുന്നത് ഒരു കേവലം ഒരു ചെറിയൊരു മോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അത് കാണാൻ വരെ ഉള്ള സഹിഷ്ണുത ഇല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ വലിയ തേങ്ങ മാങ്ങല കൊണ്ടുവരണ്ടേ? ഉളുപ്പുണ്ടടാ നായ്ക്കളെ. ഈ ഒരു വീഡിയോ ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും കണ്ടാൽ മനസ്സിലാവും ഇതൊരു പക്ക ഈ പ്രീണന്റെ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃദ്ധി വിശാൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഡാൻസും അതേപോലെ ഈ പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി, ഈ പറഞ്ഞ പല റിയാലിറ്റി ഷോകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനും മുന്നേ വല്ലപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ വീഡിയോകളൊക്കെ കാണാറുണ്ട്, ഡാൻസിങ് വീഡിയോ ഒക്കെ കാണാറുണ്ട്, നല്ല രസമാണ്. അപ്പോൾ ആ പെൺകുട്ടി BJP-യുടെ ഈ പറഞ്ഞ കാൻഡിഡേറ്റുകളെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മേ ബി അതൊരു രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം. മേ ബി അവരുടെ പാരന്റ്സ് ഈ പറഞ്ഞ ഇടതു മുന്നണിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ UDF-നെയോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഏതെല്ലോ അഖിൽമാരും അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ പറഞ്ഞ BJP കാൻഡിഡേറ്റ്സിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ആ വീഡിയോയിലൂടെ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തിട്ട് അല്ല അതിനെ റീഷെയർ ചെയ്തുകൊണ്ട് ഒരു ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ, അയാളെ പേരെനിക്കറിയില്ല, അയാളൊരു BJP അനുഭാവിയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തു. അതായത് വേറെ അസഭ്യ വാക്കുകളൊന്നും അതിലില്ല, ഒരു മാന്യമായിട്ടുള്ള ഇതിലൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിനെ വീണ്ടും ട്രോളിക്കൊണ്ട് അതിനെ വീണ്ടും എടുത്ത് റീഷെയർ ചെയ്തുകൊണ്ട് മേൽ പറഞ്ഞ വ്യക്തി, അയാളുടെ പേരൊന്നും എനിക്കറിയില്ല, സഫ്വാൻ റോഷൻ, ഇദ്ദേഹം അതിനെ വീണ്ടും എന്ത് ചെയ്തു, റീഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ BJP അല്ലെങ്കിൽ RSS എന്നുള്ള സംഘടനയുടെ പ്രവർത്തനം ഒന്നുമില്ല. എനിക്ക് നാട്ടിൽ പോലും, ഇവിടെ നാട്ടിൽ പോയിട്ട് എൻ്റെ മൊബൈലിൽ നോക്കിയാൽ പോലും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആകെ 35 കോൺടാക്റ്റും ഉണ്ട് ഞാനും. 35 കോൺടാക്ട്, അതായത് 35 നമ്പർ ഓഫ് കോൺടാക്ട്സ്, അത് മാത്രമേ എൻ്റെ മൊബൈലിലുള്ളൂ. ഇത് 2-3 മൊബൈലുണ്ട്. ഈ പറഞ്ഞ 3 മൊബൈലിലും 35-36 കോൺടാക്ട് മാത്രമേ. അതിനപ്പുറത്തേക്ക് ഞാൻ ആൾക്കാരുമായിട്ട് ഇടപെടാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷികളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഇനി ഞാൻ എൻ്റെ ഒരു കമന്റ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ഞാൻ വായിച്ചുതരാം. എൻ്റെ കൽക്കി ലൈവ് എന്നുള്ള പേജിൽ നിന്ന് ഞാനൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കുട്ടികളെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇരവാദം മുഴക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അടിയും പിടിയൊക്കെ ഒഴിവാക്കാം. കാരണം മേൽ പറഞ്ഞ രണ്ടിനോടും ആൾക്കാർക്ക് കരുതലുണ്ട്, ഭയമുണ്ട്, അതേപോലെ ഭാവി കോൺസിക്വൻസിനെ പറ്റി നന്നായിട്ട് അറിയാം. ഈ അടുത്ത് തന്നെ കൊച്ചിയിൽ തട്ടമിട്ട ഒരു ചെറിയ പെൺകുട്ടി വന്ന് സ്റ്റേജിൽ വന്നിട്ട് ഈ പറഞ്ഞ വി ശിവൻകുട്ടിയും മറ്റേ ബിന്ദു ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടെന്ന്. ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്ത് എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? അതേപോലെ പൊളിറ്റിക്സിന് വേണ്ടി സ്ത്രീ, കുട്ടികൾ തുടങ്ങിയ തുറുപ്പ് ചീട്ടുകളെ വെച്ച് കളിക്കുന്നതല്ലേ ഇതൊക്കെ. അപ്പോൾ അപ്പൊ ലാസ്റ്റ് ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ, ലാസ്റ്റ് ആരെങ്കിലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഇരവാദമുണ്ട്. അതായത് കുട്ടിയല്ലേ, ന്യൂനപക്ഷമല്ലേ, പെണ്ണല്ലേ എന്നുള്ളൊരു ടൈപ്പ് ഇരവാദം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ അതിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്, ഇവിടുത്തെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിനും അതേപോലെ കമ്മികൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി ഈ മൂന്നാമത് തലപൊക്കി വരുന്ന ഈ BJP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ എങ്ങനെയെങ്കിലൊക്കെ അടിച്ചു കൊടുക്കണം, എങ്ങനെയെങ്കിലും. അപ്പോൾ അതാണ് ഇപ്പം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ മൊത്തം കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നൊക്കെയുള്ള കുറേ അധികം കണ്ടന്റ് ക്രിയേറ്റർമാർ ഫുള്ള് BJP അല്ലെങ്കിൽ RSS-കാരെയും ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സിനെയൊക്കെ ട്രോളി ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രൊപ്പഗണ്ട അല്ല ഒരു അജണ്ട എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. മറ്റേ ദുരന്തർ എന്നുള്ള മൂവിയെ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞ കുറെ ആൾക്കാരാണ്.
അതേപോലെ. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം ശരി തന്നെയാണ്. കാരണം നമ്മൾ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം. കാരണം ആരെങ്കിലും ഒരു പരാമർശം നടത്തുന്നത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും നാവിന്ന് എന്തെങ്കിലും ഒരു മോശം വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ. പിന്നെ ഇതിൽ എന്റെ ഒപ്പീനിയൻ രേഖപ്പെടുത്താനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഫ്വാൻ റോഷൻ പറഞ്ഞു എന്താ, ഈ ചെറിയ കുട്ടിയെ പോലും വെറുതെ വിടാത്ത ഈ പറഞ്ഞ സംഘപരിവാറിന്റെ അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്തൊക്കെയോ പൊലിപ്പിക്കുന്നുണ്ടായി. അതിനിടയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ വട്ടത്തെയും ഒക്കെയുള്ള ശ്രീകൃഷ്ണ ജയന്തി പരിപാടിയും അതേപോലെ അങ്ങനെയുള്ള പല പരിപാടികളുടെയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വീഡിയോ താഴെ ഈ പറഞ്ഞ ന്യൂനപക്ഷക്കാർ തന്നെ വന്നിട്ട് ഈ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ ടാബ്ലോ, അതായത് ശ്രീകൃഷ്ണന്റെയോ അല്ലെങ്കിൽ രാധയുടെയോ ഈ ടാബ്ലോ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മേക്കപ്പ് ഒക്കെ ചെയ്ത് ഈ പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, അപ്പൊ അവരെയൊക്കെ വളരെ മോശമായിട്ട്, അതായത് നമ്മൾ ഇപ്പം ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വേശ്യ, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയൊക്കെ നമ്മൾ അസഭ്യം പറയുന്നത് പോലെ അത്രയും മോശമായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കളവ് പറയേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള രാംനവമി തുടങ്ങിയിട്ടുള്ള പരിപാടികൾക്കൊക്കെ ഈ ടാബ്ലോ അല്ലെങ്കിൽ പറഞ്ഞ ഘോഷയാത്ര പോകുന്ന കുട്ടികളെ വെച്ചിട്ട്, അത് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും, അതായത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടില്ല, അത്രയും മോശമായിട്ട് അവരെ പറയുന്നൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. പഴയ ഏതെങ്കിലും ന്യൂസ് ചാനലുകളിൽ വന്ന പിന്നെ ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയിട്ടുള്ള എന്നിവയുടെ പോസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതിന്റെ താഴത്തെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരെണ്ണം കിടപ്പുണ്ടാവും, ഉറപ്പാണ്. അപ്പൊ ഇതിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ എല്ലാവരും കിടക്കാം. അതായത് അവർക്ക് താല്പര്യമില്ലാത്ത ഏതൊരു സംഘടനയെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തികളെയും അവർ എങ്ങനെയെങ്കിലും പിന്നെ ഒതുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരെ പരിഹസിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള ടോക്സിസിറ്റി ഏതെങ്കിലും ഒരു വഴിക്ക് പുറന്തള്ളപ്പെടും. അതാണ് പൊളിറ്റിക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പങ്ങളെയോ നിങ്ങൾക്ക് മുൻനിർത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കുട്ടികളെ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ചെയ്യും. അതേ സമയത്ത് മറ്റുള്ള വ്യക്തികളെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിയോ അല്ലെങ്കിൽ മതസമുദായത്തെയോ, അതേ സമയത്ത് മറ്റുള്ള വ്യക്തികളെയോ അല്ലെങ്കിൽ സമുദായത്തിനെയോ അല്ലെങ്കിൽ മതം എന്നിവയൊക്കെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഹസിക്കുമ്പോൾ അത് മറ്റൊരു എക്സ്റ്റെൻഡിലേക്ക് കാര്യങ്ങൾ പോവുക ചെയ്യും. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ, നിങ്ങൾ BJP യോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ഇപ്പം SDP യോ എന്ന് വേണ്ട ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ തുറുപ്പ് ചീട്ട്, ഈ സ്ത്രീ പെൺകുട്ടികൾ, ഇതൊക്കെ കുട്ടികളെയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഭേദം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ്. ഞാനിങ്ങനെ ഇന്ന് സേവ് ചെയ്ത് വെച്ച പോസ്റ്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പയങ്ങാടി ലൈവ് എന്നുള്ള ഒരു പേജിൽ ചെങ്ങലിലെ യുവതിയുടെ മരണം, യുവാവ് അറസ്റ്റിൽ. പഴയങ്ങാടി ചെങ്ങൽ AM അശ്വതി 23 വയസ്സ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്ത് അറസ്റ്റിൽ. മാട്ടൂൽ നോർത്തിലെ മുഹമ്മദ് ഫർസിനെ 27 വയസ്സ് ആണ് പഴയങ്ങാടി SI കൃഷ്ണപ്രിയ ഉണ്ണി അറസ്റ്റ് ചെയ്തത്. മരണം മുഹമ്മദ് ഫർസിന്റെ പ്രേരണയാലും പീഡനം മൂലവുമാണെന്ന് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. കഴിഞ്ഞ ഡിസംബർ 25-ന് പഴയങ്ങാടിയിൽ വെച്ച് എലിവിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് മംഗളൂരുവിൽ ചികിത്സയ്ക്കാണ് ഡിസംബർ 31-നാണ് പെൺകുട്ടി മരിച്ചത്. സംഭവശേഷം ഫർഹാൻ വിദേശത്തേക്ക് കടന്നു. പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം പിടികൂടി പഴയങ്ങാടി പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഒരു പൊതുവെ ഈ RSS അല്ലെ BJP അനുകൂലികൾ പറയുന്ന പോലെ ഒരു ലവ് ജിഹാദ് പോലുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. 31 കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ കേരള സ്റ്റോറിയെ കുറ്റം പറയുന്നവർ കാണുന്നുണ്ടല്ലോ. പിന്നെ ലവ് ജിഹാദ് ഇല്ല. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടും പഠിക്കാത്ത ആൾക്കാർ, പിന്നെ ഇങ്ങനെ കുറെ പേര് അസഭ്യവാക്കുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇത് ഒരു സാധാരണയായിട്ട് ഇന്നത്തെ കാലത്ത് പിന്നെ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമം, ഇഷ്ടം അല്ലെങ്കിൽ കാമം ഇതൊക്കെ തോന്നുന്നുണ്ട്, ശരിയല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗമല്ലേ. ഇപ്പം ആൾക്കാർ ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയൊക്കെ പലരെയും പരിചയപ്പെടുന്നുണ്ട്. അതും ചെറിയ 13-14 വയസ്സുള്ള പെൺകുട്ടികൾ പോലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കണ്ട ആൾക്കാരുമായിട്ട് നേരിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വീട്ടുകാരോട് പോലും പറയാതെ ബാഗും കെട്ടിപ്പിടിച്ച് പോയി കളയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ ഇത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിന് സമാനമായിട്ടുള്ള കുറേയധികം കേസുകൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഞാൻ ഈ കേരള സ്റ്റോറി ഫസ്റ്റും സെക്കൻഡും പാർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആ ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോർത്ത് ഈസ്റ്റിലായിരുന്നു. നോർത്ത് ഈസ്റ്റ് ആസാം പിന്നെ സിക്കിമിലെങ്ങാണ്ടായിരുന്നു. 2021-22 റിലീസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അല്ല, അത് കാശ്മീരി ഫയൽസ് ആണെന്ന് തോന്നുന്നു. സോറി, അത് കാശ്മീരി ഫയൽസ് ആണ്. അപ്പം ഞാൻ ഈ കാശ്മീരി ഫയൽസും കേരള സ്റ്റോറിയും ദുരന്തവും ഇത് മൂന്നും ഒരു പാർട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് വലിയ ധാരണയില്ല. എൻ്റെ ലാപ്ടോപ്പിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്, ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ അടുത്ത് കോതമംഗലത്ത് ഇതേപോലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് മതപരിവർത്തനം നടത്താൻ പിന്നെ പ്രേരിപ്പിച്ചു എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടി ആത്മഹത്യ ഉണ്ടായിരുന്നു. അതിൽ CBI റിപ്പോർട്ട് വന്നിരിക്കുന്നത് വേണ്ടത്ര തെളിവില്ല എന്നാണ്. അപ്പോൾ അതിന്റെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ ചില ഈ പറഞ്ഞ കൾപ്രിറ്റ്, അതായത് കോതമംഗലം ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കാമുകൻ ഒരു മുസ്ലിം യുവാവാണ്.
അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി പേര് കമന്റ് ബോക്സിൽ, അതായത് CBI വന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടും യാതൊരു എവിഡൻസും ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പയ്യനെ ന്യായീകരിക്കുന്ന ഒത്തിരി മലയാളികളെ എനിക്ക് കാണാനിടയുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ആ പെൺകുട്ടി ഒരു മുസ്ലിം ആയിരുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറഞ്ഞ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പയ്യനും മരണപ്പെട്ടത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ വരുന്ന പ്രതികരണങ്ങളൊക്കെയും അതെല്ലാം കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടായിരിക്കും. ശരിയല്ലേ? ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനേറെ നമ്മളെ ഈ മൊനാലിസ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ മധ്യപ്രദേശിലെ പെൺകുട്ടി ഉണ്ടല്ലോ, മൈനർ ആയിട്ടുള്ള ഈ പോക്സോ കേസ് വന്നിരിക്കുന്ന പെൺകുട്ടി, അവൾ കല്യാണം കഴിച്ചത് പിന്നെ ഒരു മുസ്ലിം യുവാവിനെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു മതം കുത്തിക്കയറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ബട്ട് എന്നിരുന്നാലും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ക്രൈംസ് നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എവിഡൻസ് എൻ്റെ പക്കലുണ്ട്. എല്ലാം പോട്ടെ, ഞാനിത് ബ്ലണ്ടർ അടിക്കുന്നതല്ല, വെറുതെ ചുമ്മാ വായ്ത്താളം അടിക്കുന്നതല്ല. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ എനിക്കറിയുന്ന ചില പെൺകുട്ടികൾ പിന്നെ അവരുടെ കാമുകന്മാർ ഇസ്ലാം മതവിശ്വാസികളാണ്. അപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ്, ഒരു ചാറ്റ് എൻ്റെ പക്കലുണ്ട്. അതായത് ഈ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവുമായിട്ട് ഇഷ്ടത്തിലാവുകയും പിന്നെ തുടർന്ന് അവരുടെ സുഹൃത്തുക്കൾ, ഈ പറഞ്ഞ മുസ്ലിം പയ്യന്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ച് പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന, അതായത് പേര് മാറ്റണം എന്ന് പറയുമ്പം, അതായത് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേരിൽ നിന്ന് അവർക്ക് ഷാദിയ എന്നുള്ളൊരു പേരാക്കി കൺവേർട്ട് ചെയ്യണം, നീ മതം മാറണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചാറ്റ് റെക്കോർഡുകൾ എൻ്റെ പക്കലുണ്ട്. ആരും എന്നെ സംഖ്യയാക്കാൻ വരണ്ട, ഞാൻ സംഖ്യയും മറ്റേ കുങ്കിയൊന്നുമില്ല. ഞാനൊരു നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നൊരു അത്രമാത്രം ഉണ്ടാവും. ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നൊന്നുമില്ല. ബട്ട് ചില ടോപ്പിക്കുകൾ വരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് BJP ജയിക്കരുതെന്ന് കരുതുന്ന ആളുകൾ LDFനെ സഹായിച്ചിട്ടുണ്ടാവും. SDP പിന്തുണയിൽ മുഖ്യമന്ത്രി. ഇതും ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ പ്രീണന സ്വഭാവം കാണിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. LDFന് പുറത്തുള്ള ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി BJP ജയിക്കരുതെന്ന് കരുതുന്ന ചില ആളുകൾ തങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇത് കമന്റ് ബോക്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിമന്യുവിനെ പരാമർശിച്ചെങ്കിൽ അഭിമന്യു എനിക്ക് എന്തിന്റെ വട്ടായിരുന്നു. കാരണം അഭിമന്യു കൊലപാതകം അതിന്റെ മെയിൻ കൾപ്രിറ്റ്സ് ആരാണ്? SDP സംഘടനയിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ കുറെ പേര് ഈ പിണറായി വിജയനെയും അതേപോലെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഇതിൽ കൂടുതലും കമന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഈ കുറച്ച് മുന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിസ്റ്റർ MA ബേബി ആണോ അല്ലെങ്കിൽ ആരായിരുന്നു, ഗോവിന്ദൻ മാഷായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പോസ്റ്റ് ഉണ്ട്, എവിടെയുണ്ട്, ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടു. ഈ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയാണ്. അവർ ഇപ്പം ബംഗ്ലാദേശിലും പിന്നെ അങ്ങനെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, അല്ലെ? അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താണെന്നും പ്രവർത്തന മികവുകളെ പറ്റിയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലോ എനിക്കറിയില്ല, ബട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തീവ്ര മതവികാരം വെച്ച് നടക്കുന്ന ആൾക്കാരെ നമ്മൾ ഭയക്കുക തന്നെ വേണം. ബട്ട് ഇവിടുത്തെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, അതാണ് ഞാൻ പറയുന്നത്. അതായത് 4 വോട്ടിന് വേണ്ടി ഈ പറഞ്ഞ ഏതൊരു സംഘടന, അത് ഇത്ര മോശം സംഘടനയാണെന്നുണ്ടെങ്കിലും അവരെ പ്രീതിപ്പെടുത്തുന്നു. അതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ മുഖം. ഇന്നിപ്പോൾ ഒരു ഐക്യമുണ്ട്. ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അവരൊരു ഐക്യമുണ്ട്, എക്സെപ്റ്റ് BJP. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും BJPയെ അടിച്ചൊതുക്കണം. കേരളത്തിൽ BJP വരണം അല്ലെങ്കിൽ BJP തല പൊക്കുമോ എന്നുള്ളൊരു സംശയം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിന്റെ പുറത്ത് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ അലയൻസ് പോലെ, അതായത് ഇന്ത്യ അലയൻസ് വിഭാഗത്തെ പോലെ തന്നെ ഈ സംസ്ഥാന ഈ പറഞ്ഞ ഇലക്ഷനും അവരെല്ലാവരും ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഓടെ, ഇനി അടുത്തത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ കറങ്ങി നടന്ന് യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചു, റോഡിൽ പടക്കം എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ചങ്ങനാശ്ശേരിയിൽ സ്ഥിരം കുറ്റവാളികളായിട്ട് 2 യുവാക്കൾ പിടിയിലായത് ചങ്ങനാശ്ശേരി സ്വദേശികളായിട്ടുള്ള വിമൽ, സിയാദ് എന്നിവർ. ഇതിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇത് ചങ്ങനാശ്ശേരിയിൽ 2 യുവാക്കൾ ചേർന്ന് നടത്തിയ ഒരു അഭ്യാസ പ്രകടനവും അതേപോലെ ഈ പറഞ്ഞ ഒരു പക്ക തന്തയിലായ്മ തരം എന്ത് വേണമെങ്കിലും പറയാം. ഇതൊക്കെ ഇപ്പം പലരും അതിൽ കേരള പോലീസിനെയും അതേപോലെ ഇവിടുത്തെ ജുഡീഷ്യറി സിസ്റ്റത്തിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് പല കമന്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ യാതൊരു ബോധവും ഇല്ലാതെ സിവിക് സെൻസോ അല്ലെങ്കിൽ മാനേഴ്സോ ഇതിനുള്ള കാര്യം പറയുന്നത്, ഇതെന്ന് പറഞ്ഞാൽ തീർത്തും ഒരു കുറ്റകൃത്യം നടത്തുകയാണ് അവർ. പൊതു നഗരമധ്യേ ഈ പറഞ്ഞ 2 വീലറിൽ തീർത്തും തെറ്റായ രീതിയിൽ വാഹനം ഓടിച്ച് ഈ പറഞ്ഞ തോട്ട എന്ന് പറഞ്ഞാൽ ബോംബ് പോലത്തെ പടക്കം പോലത്തെ സാധനമാണെന്ന് തോന്നുന്നു, അതൊക്കെ എറിഞ്ഞ് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന യുവാക്കൾ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ
കേരള പോലീസിന് അത് കഴിയാഞ്ഞിട്ടാണോ? ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ പിടിച്ച് പിന്നെ ശകാരിച്ചു വിടാൻ അറിയാഞ്ഞിട്ടല്ലല്ലോ, അല്ല. പക്ഷെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ചിലപ്പം ഇവന്മാരെ പിടിച്ചാലായിരിക്കും മോളിൽ നിന്ന് വല്ല MLA അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ എന്താണ് നേതാക്കന്മാരുടെ വിളി വരുന്നത്. അല്ലെങ്കിൽ അതുമല്ല, ഇപ്പൊ ഇവന്മാരെ ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യം നടത്തുന്ന ക്രിമിനലുകളെ ഏതെങ്കിലും തരത്തിൽ ശാരീരിക ഉപദ്രവങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പോലീസുകാരെന്തെങ്കിലും അടിക്കുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ എന്താണ് പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന ഇന്നേ സെക്ഷൻ പടി പിന്നെ പോലീസുകാർക്ക് പിന്നെ കുറ്റവാളികളെ അത് ലോകപ്പിൽ റിമാൻഡ് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു കുറ്റവാളിയും പിന്നെ ഉപദ്രവിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്നും പറഞ്ഞിട്ട് കുറെ പേര് വരും, അല്ല വക്കീലന്മാർ വരും. അതാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും പഴുതുകളുണ്ട്, എല്ലാത്തിനും ലൂപ്പ് ഹോൾസ്, അല്ലെങ്കിൽ എല്ലാത്തിനും പിന്നെ ഊരിപ്പോകാനുള്ള എല്ലാ സംഗതികളും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ജുഡീഷ്യറി സിസ്റ്റത്തിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പേടിയില്ല. പിന്നെ ഇന്നത്തെ ആൾക്കാരെല്ലാം അറിയാം, പറഞ്ഞ കഞ്ചാവും MDMA പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് തീരെ കിളിവായ ടീമാണല്ലോ. പിന്നെ ആൾക്ക് പേടിയില്ല, ആൾക്കാർക്ക് പേടിയില്ല. ഞാൻ എപ്പോഴും നമ്മൾ കേരളത്തിന് അവരെ UP ബീഹാറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. UP ബീഹാറുമായിട്ട് ഈ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പിന്നെ ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ 28 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ ഏതോ ഒരു മന്ത്രി 31, 34 എന്നൊക്കെ പറഞ്ഞ് ലേലം വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏതൊരു പ്രസംഗിക്കുന്ന സമയത്തെങ്ങാണ്ട് V ശിവൻകുട്ടിയാണോ ബിന്ദു ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇവിടുത്തെ പിന്നെ ഏതോ MLA മന്ത്രിയോ ആരാണെന്ന് തോന്നുന്നു, ഈ വ്യക്തമായിട്ട് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്നും യൂണിയൻ ടെറിട്ടറീസ് ഇതൊക്കെ ചേർന്നുകൊണ്ട് എത്ര സംസ്ഥാനങ്ങൾ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ ഉണ്ടെന്നുള്ള ചോദ്യത്തിന് ബബ അടിക്കുന്ന ജനപ്രതിനിധിയെ ഞാൻ കണ്ടിട്ടുണ്ട്. തപ്പി നോക്കണം, എന്തായാലും വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നല്ല, നമ്മൾ പൊതുവെ മലയാളികളെ എന്ത് കാര്യം വരുമ്പോഴും കമ്പയർ ചെയ്യുന്നത് UP ബീഹാർ. UP അല്ലെങ്കിൽ ബീഹാർ അല്ലെങ്കിൽ BJP ലെഡ് സ്റ്റേറ്റ്സിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു അഴിമതി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെ പിടിച്ച് നമ്മളെ കേരളമായിട്ട് കമ്പയർ ചെയ്യും. അതേ സമയത്ത് തമിഴ്നാടിനെയോ അല്ലെങ്കിൽ പിന്നെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ കർണാടക, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെയൊന്നും അവശ്യ കാര്യങ്ങൾക്ക് കമ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഇപ്പം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഡെവലപ്മെന്റ്സ് എന്തുമാത്രം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളെ സംസ്ഥാനമായിട്ട് കമ്പയർ ചെയ്യില്ല. എന്തെങ്കിലും ഇങ്ങനെയുള്ള തല്ലിപ്പൊളി അടിപിടി കേസ് അല്ലെങ്കിൽ റേപ്പ് അല്ലെങ്കിൽ മറ്റുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളെ കേരളമായിട്ട് കമ്പയർ ചെയ്യും. ശരിക്കും നമ്മളെക്കാട്ടും എത്രയോ താഴെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് UP ബീഹാർ. ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ, അതേപോലെ അതർ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എത്രയോ മുൻപന്തിയിലാണ് ഇപ്പോൾ UPയുടെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അതല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ താഴെയാണ് UP. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ കേരളത്തിനെ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും. ഇത് പറയാൻ കാരണം മിക്ക UP ഉത്തർപ്രദേശ് പോലീസിന്റെ ഒക്കെ ഈ ഇൻസ്റ്റാഗ്രാം പേജ്, ഒഫീഷ്യൽ പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടികളെ അപമാനിക്കാൻ ശ്രമിച്ചതും അതേപോലെ അബ്യൂസ് ചെയ്തത്, റേപ്പ് കൾപ്രിറ്റ്സ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ ഒന്നുമില്ല, ഇങ്ങനെ UP പോലീസ് രണ്ടുപേർ അപ്പുറം നിന്നിട്ടുണ്ടാവും. ഇങ്ങനെ നടുവിൽ ഈ പറഞ്ഞ പ്രതി വയ്യാതെ തളർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ കാലുണ്ടാവില്ല, ചിലപ്പോൾ കാലിങ്ങനെ പാതി തൂക്കിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ചിലപ്പം പ്രതിയുടെ ശവശരീരമായിരിക്കും അവിടെ ഉണ്ടാകുന്ന, മൃതശരീരമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. കാരണം ഓൺ ദ സ്പോട്ടിൽ എന്തെന്ന് അവരെ തൂക്കിയിട്ടുണ്ടാവും. ഈ ഷൂട്ട് ഔട്ട് അല്ലെങ്കിൽ മറ്റുള്ള എൻകൗണ്ടറുകളിൽ ആൾ പടമായിട്ടുണ്ടാവും. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതായത് ഈ ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആൾക്കാരെ അടുത്ത ദിവസം പോലീസ് അപ്പൊ തന്നെ മോളോടെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയവും മതവും മറന്നുകൊണ്ട് ഉള്ള കാര്യം പറയാലോ. ഇപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം UP പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പ്രശംസിക്കാനാണ്. വെറുതെ നമ്മൾ ഈ പ്രതികളെല്ലാം നമ്മൾ ജയിലിലോട്ട് അയച്ച് അവിടെ നിന്ന് 3-4 നേരം ഭക്ഷണം കഴിച്ച് ഈ കൊഴുത്ത് തടിപ്പിച്ച് പിന്നെ ജാമ്യത്തിൽ ഇറക്കി വിടുന്നതിന് നല്ലതല്ലേ, നേരെ പരലോകത്തേക്ക് അയച്ചു വിടുന്നത് ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ഈ ഗോവിന്ദചാമി നിങ്ങൾക്കറിയില്ലേ, ആ ട്രെയിനിലെ ഗോവിന്ദചാമി, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ പോയിട്ട് വരുന്ന പോലെ ഇപ്പം ജയിലിൽ പോയിട്ട് ആൾ വരുമ്പോഴത്തേക്കാണ് നല്ല തടിച്ച് കൊഴുത്ത് നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ട്. ഞാനൊക്കെ വിചാരിക്കുന്നു, ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ലക്ഷക്കണക്കിന് കിലോമീറ്റർ നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഇതെല്ലാം കൂടെ ഞാൻ മെലിഞ്ഞ് ഒരു 6-7 കിലോയുടെ മേലെ ഞാൻ വെയിറ്റ് കുറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഈ ജയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡും കിട്ടും, പിന്നെ സാലറിയും കിട്ടും, ഫുഡും ഉണ്ട്, ഒന്നും പേടിക്കണ്ട, എന്ത് സുഖമൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും നമ്മുടെ സിസ്റ്റം, ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം അതേപോലെ ഇതൊക്കെ മാറണം. കേരള പോലീസിന് ഈ കുറ്റകൃത്യം നടത്തുന്ന ആൾക്കാരെ പിടിക്കാനോ അല്ലെങ്കിൽ അവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടില്ല. ഇപ്പം കൂടുതലും ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് നിയന്ത്രിക്കുന്നത് എല്ലാത്തിനെയും. അതാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്തോ ഇപ്പം ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഭരിക്കുന്ന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവീസിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കോ, പോലീസ് അല്ലെങ്കിൽ പിന്നെ ജഡ്ജിമാർക്കോ ഒരു അറ്റ്ലീസ്റ്റ് സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഉണ്ടാവും. ഇപ്പൊ ജയിലിലേക്ക് പോകുന്ന ഒരു പ്രതിയാണെന്നിട്ട് പോലും അവനോ അവന്റെ സുഹൃത്തുക്കളോ ചേർന്നിട്ട് അതുപോലും വീഡിയോ ചിത്രീകരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഇത് കണ്ട് വളരുന്ന നമ്മുടെ പിന്നെ ഈ യങ് ജനറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ ഇത് കണ്ടിട്ടാണ് അവർ വളർന്നത്. അവരും വിചാരിക്കും ഇതൊക്കെ വലിയ സംഭവമാണ്, ഞാനും ഇങ്ങനെയൊക്കെ ആകാൻ പറ്റും, എനിക്കും ഇങ്ങനെയൊക്കെ ആകണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. അത് മാത്രമല്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിന് ഉന്മേഷം പകരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, വയലൻസ് നിറഞ്ഞ സിനിമകൾ, ഗാങ്സ്റ്റർ പടങ്ങളൊക്കെ അതൊക്കെ ധാരാളമാണ്. അപ്പോൾ ആൾക്കാർക്ക് വഴി തെറ്റാൻ അതൊക്കെ മതി. അടുത്ത കണ്ടന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നിതിൻ രാജ് മരണം, അധ്യാപകർക്കെതിരെ കേസ്, ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നിവർ പ്രതികൾ. അതായത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഒരു നിതിൻ രാജ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി സൂയിസൈഡ് ഉണ്ടായി കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 273 കമന്റുകളുണ്ട്. ഇതിൽ രണ്ടിലെയും പിന്നെ അപ്പോൾ കേസൊക്കെ വെറുതെയാണ്. നമ്മൾ ഹൈബോസിന്റെ കേസ് നമ്മൾ കണ്ടതല്ലേ, ജനഗണന മന. അപ്പോൾ ഇതിൽ കുറേ പേരിങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിനിടയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു വീഡിയോ, അദ്ദേഹം പങ്കുവച്ചൊരു വീഡിയോ കണ്ടായിരുന്നു. അല്ല, അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നൊരു കാര്യം, ഈ പറഞ്ഞ നിതിൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിക്ക് എന്തോ ഒരു ലോൺ ആപ്പ് ത്രൂ എത്രയോ കടബാധ്യതയുണ്ടെന്നും അറിയാൻ സാധിച്ചു. അതൊക്കെ ഒരു കാര്യം, അതൊക്കെ വലിയൊരു എമൗണ്ട് ആണോ വലിയ തുകയാണോ എനിക്കറിയില്ല. ബട്ട് അത് കാരണം കാണിച്ചുകൊണ്ട് മേൽ പറഞ്ഞ ആത്മഹത്യ പ്രേരിപ്പിക്കാനിടയായ ഈ പറഞ്ഞ അധ്യാപകരെ ഇതിൽ നിന്ന് സംരക്ഷിക്കുകയാണോ എന്നാണ് എന്റെ ചോദ്യം. അവരെ അധ്യാപകരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഈ പറഞ്ഞ മേൽ പറഞ്ഞ ലോൺ ആപ്പിനെ ഇതിനകത്തോട്ട് തിരികെ കയറ്റി എന്നുള്ള സംശയം എനിക്കുണ്ട്. പിന്നെ ഈ നിതിൻ രാജ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ഒരു ഓഡിയോ സന്ദേശം ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ചു. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീവിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അല്ല, സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. ഈ നിധിൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ഒരു ശബ്ദ സന്ദേശമാണ്, വാട്സാപ്പിൽ ആർക്കും അയച്ചൊരു സന്ദേശമാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകണ്ട. ഈ പറഞ്ഞ അധ്യാപകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കാനുണ്ട്. മേ ബി അവർ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടാവും, അതായത് മറ്റുള്ള ജാതീയപരമായിട്ടുള്ള അധിക്ഷേപവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അത് തെറ്റ് തന്നെയാണ്. പക്ഷെങ്കിൽ ആത്മഹത്യയെ പ്രേരിപ്പിച്ചു എന്നുള്ളതിന് നിലവിൽ തെളിവ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. അവിടുത്തെ CCTV ഫുട്ടേജ് കാര്യങ്ങളൊക്കെ പരിശോധിക്കാനിരിക്കുകയാണ്. പിന്നെ മറ്റേതെങ്കിലും റൈറ്റിംഗ്സ് രേഖാമൂലം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുവാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് അന്വേഷിക്കണം. അതൊക്കെ സൈബർ വിദഗ്ധന്റെ സഹായത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതിനിടയിലാണ് ഇപ്പോൾ പറഞ്ഞ ജില്ലാ പോലീസ് മേധാവിയാണെന്ന് തോന്നുന്നു, SP ആണോ അല്ല കമ്മീഷനാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു ലോൺ ആപ്പ് ത്രൂ എന്തോ ഒരു ഇടപാടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി അങ്ങനെ അതെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ നിധിൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. ഇനി അതല്ല മറ്റാരെങ്കിലും അപായപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തള്ളിവിട്ട് കൊലപ്പെടുത്തുകയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഈ പറഞ്ഞ വിദ്യാർത്ഥിക്ക് അധ്യാപകരിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായി, ഇൻസൾട്ട് നേരിടേണ്ടി വന്നു എന്നുള്ള കാരണം കൊണ്ട് പിന്നെ കുറ്റക്കാർ അവരാവുന്നില്ല. ഞാൻ ഒരിക്കലും അധ്യാപകരെ ആയിരിക്കില്ല, ബട്ട് മേ ബി നമ്മൾക്ക് അറിയാത്ത സത്യം അവിടെ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ശ്രീനന്ദ എന്നുള്ള പെൺകുട്ടിയെ മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നല്ലോ. ശ്രീനന്ദ എന്നുള്ള പെൺകുട്ടിയുടെയും അതേപോലെ അതിന് മുന്നേ ശരണ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ഹൈക്കിന് പോയിട്ടുള്ള ഒരു ട്രക്കിങ്ങിന് പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ശ്രീനന്ദ എന്നുള്ളൊരു പെൺകുട്ടി 1500 അടി താഴ്ചയിൽ നിന്നാണ് കുട്ടിയുടെ ബോഡി ലഭിച്ചത്. അപ്പൊ നമ്മൾ പലരും കരുതിയത് എന്താണ്, ഇതൊരു പിന്നെ റേപ്പ് അല്ലെ മർഡർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് ഇപ്പോഴും അതിലൊരു വ്യക്തതയില്ല. അൺടിൽ നമുക്കൊരു എവിഡൻസ് ഇല്ലാത്ത പക്ഷം നമുക്ക് ആരെയും പ്രതിചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനും ദുരൂഹതകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കാവൂ. അതിപ്പം ഈ പ്രതികളെന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ അധ്യാപകരുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് പോലും കുറ്റമാണ്. കാരണം ഇവരെ പ്രതിയാണെന്നുള്ള തെളിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ ഈ മീഡിയക്കാരും ഈ പറഞ്ഞ മറ്റുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ചേർന്നുകൊണ്ട് ഇവരെ കുറ്റക്കാരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണെന്നുണ്ടെങ്കിലും ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ അധികം വിദ്യാർത്ഥികളും അല്ല അവരുടെയൊക്കെ കമന്റ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മേ ബി അവരുടെ ഒരു രീതി അതായിരിക്കും, അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കാം അവരുടെ ഈ അധ്യാപകരുടെ. അപ്പോൾ അതിന് എന്തായിട്ടും തക്കതായിട്ടുള്ള നടപടി വേണം. കാരണം അതിന്റെ മനപ്രയാസത്താലാണ് ഈ പറഞ്ഞ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അവരൊക്കെ ശരിക്കും തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം. കാരണം ഒരു ന്യൂലി ബഡ്ഡിങ് ഡോക്ടറാണ് ഈ നിധിൻ എന്ന് പറഞ്ഞ ആള്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ അങ്ങനെ ആ കുട്ടിയുടെ കുടുംബത്തിനൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാനിച്ച് ഈ പറഞ്ഞ അധ്യാപകരെ ഡിസ്മിസ് ചെയ്യുകയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ, അതായത് ഈ ജയിലിലോട്ട് പറഞ്ഞു വിട്ട് അത്യാവശ്യം ഒരു 10-14 വർഷക്കാലം ചുരുങ്ങിയത് ജയിലിനകത്ത് ഇട്ട് തൂക്കിക്കൊല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
പിന്നെ പൊതുവെ ഇനിയിപ്പോൾ ഇത് മുതലെടുപ്പ് നടത്തി നമ്മുടെ അല്ല ഈ വേടൻ എന്ന് പറയുന്ന ആള് ഇനിയിപ്പോൾ അടുത്ത പാട്ട് ഇറക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ വേടന്റെ ഫാനൊന്നുമല്ല കേട്ടോ, ഞാനൊരു സർക്കാസ്റ്റിക് വേല ഞാൻ പറഞ്ഞാണ്. ജാതീയ വെറിയും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഈ സാമ്പത്തികമായിട്ടും വിദ്യാസമ്പന്നതയിലും മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർക്കിടയിലാണ് ഈ ഒരു പ്രശ്നം വളരെ അധികം ഉള്ളത്. അത് ഈ പറഞ്ഞ ഉയർന്ന കാസ്റ്റിലുള്ള, ഇപ്പൊ നായർ, നമ്പ്യാർ, നമ്പൂതിരി എന്നൊക്കെ പറയുന്ന വലിയ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് പൊതുവെ ഈ പറഞ്ഞ താഴ്ന്ന ജാതിക്കാരോടുള്ള ഒരു മനോഭാവം അത് മോശം തന്നെയാണ്. അതെനിക്ക് അറിയുന്നൊരു കാര്യമാണ്, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മീൻസ് എനിക്ക് ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്നല്ല, ബട്ട് എന്നിരുന്നാലും അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു ഡിസ്റ്റൻസിങ്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അവരെന്തോ ഇപ്പോഴും മറ്റേ പണ്ട് 1950-കളിലുള്ള ഒരു രീതി ഈ ജന്മി കുടിയാൻ ബന്ധം എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ, അതേപോലെയാണ് ഇപ്പോഴും ആൾക്കാർ കാണുന്നത്. പിന്നെ ബഹ്റൈനിൽ വൻ മയക്കുമരുന്ന് വേട്ട, ഇറാനിൽ നിന്നെത്തിയ 100 കിലോയിലധികം ലഹരി വസ്തുക്കളുമായിട്ട് 3 പേർ പിടിയിൽ. ബഹ്റൈൻ വാർത്ത എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇത് വന്നിരിക്കുന്നത്. 3 പേര് പിടിയിലായിട്ടുണ്ട്. ഇത് കൂടുതലും ഈ ഇസ്ലാം മതവിഭാഗത്തെ പരിഹസിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇറാനിൽ നിന്നെത്തിയ 100 കിലോയിലധികം വരുന്ന ലഹരി വസ്തുക്കളാണ് പിടിയിലായിട്ടുള്ളത്. അതും അറബ് രാജ്യമായിട്ടുള്ള ബഹ്റൈനിൽ വെച്ചാണ് പിടിച്ചത്. അപ്പോൾ അതിന് ഞാൻ എന്താ പറയണ്ടേ, ഇപ്പൊ ലഹരി കേരളത്തിലും എല്ലായിടെയും സുലഭമായിട്ട് ലഭിക്കുന്നു. പിന്നെ ഇത് ഇന്നിപ്പം ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്തായതുകൊണ്ട് എനിക്ക് ചോദിക്കാവോന്ന് അറിയില്ല, ഇതിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഇറാൻ, അതേപോലെ ഹമാസ്, പലസ്തീൻ അനുകൂലികൾ, ഇതിനെ എങ്ങനെ കാണുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പ്രോ പലസ്തീനിയൻസ് അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഈ ഗാസ ഫാൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹമാസ് ഓളികളൊക്കെ ഈ പറഞ്ഞ പോസ്റ്റിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇതിനെ നിങ്ങൾ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും? അതാണ് ചോദിക്കുന്നത്. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം ചില പിടിക്കപ്പെടുന്ന കേസുകളിൽ അല്ലെങ്കിൽ കുറ്റവാളികളാകുന്ന സമയത്ത് ചില ആൾക്കാരുടെ കമന്റുകൾ അതിൽ കാണാൻ സാധിക്കുന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. വെൻ ഇറ്റ് കംസ് ടു റിലീജിയസ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ്, ടെററിസം, അത് നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഈ റേപ്പ് അല്ലെങ്കിൽ വിമൻ അബ്യൂസ് തുടങ്ങിയ സംഭവങ്ങളിലൊക്കെ ചിലവർ സൈലന്റ് ആണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ അവനവന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സൈലന്റ് ആയിരിക്കുന്നത്? നിങ്ങൾ പ്രതികരിക്കണ്ടേ? അതല്ലേ ഒരു ശരിക്കുമുള്ള ഒരു നേരായ വഴി എന്ന് പറഞ്ഞാൽ അതല്ലേ? ഞാനിപ്പോൾ പറയാലോ, ഈ നാർക്കോട്ടിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റേപ്പ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ മറ്റുള്ള ക്രിമിനൽ ഒഫൻസ്, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയിൽ അല്ലെങ്കിൽ അംഗമായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മറ്റുള്ള വിവരം ചോർത്തിയ ആൾക്കാർ, അതായത് മറ്റുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ഇന്ത്യയിലെ വിവരം ചോർത്തി കൊടുത്ത ഏതൊരാൾ, അതായത് ഇപ്പൊ എന്റെ മതത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകില്ല. ഞാൻ അതിനെ എതിർക്കുകയും ചെയ്യും. ഞാൻ അതിന് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കണം എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഒരിക്കലും നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു മതവിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അതിൽപ്പെട്ട എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകില്ല. അതാണ് എന്റെ സ്റ്റാൻഡ്. അത് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പല പോസ്റ്റുകളിലും ചിലവർ ഒന്നുകിൽ അസ്വസ്ഥരായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ സൈലന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അടുത്തത്, ആശുപത്രി ചെലവ് താങ്ങാവുന്നതിലധികം 5 മാസമായി ഒരു മന്ത്രി പോലും ഫോണിൽ വിളിച്ചില്ല. വർക്കല ട്രെയിൻ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി. ഇതിൽ കമന്റ് ബോക്സിൽ ഒത്തിരി പേര് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ വാക്കുപോരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കാർ കേന്ദ്രത്തിനെ പറയും, കുറച്ചുപേര് സംസ്ഥാനത്തിനെ പറയും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ 2020 കഴിഞ്ഞ വർഷമല്ലേ ഈ പറഞ്ഞ പെൺകുട്ടിയെ വർക്കലയിൽ ട്രെയിനിൽ വെച്ചിട്ട് ഒരു സുരേഷ് എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു, സുരേഷ് കുമാറും പറഞ്ഞ ക്രിമിനൽ തള്ളിയിടുന്നത്. അപ്പോൾ അതിന്റെ സാക്ഷിയായിട്ട് ഈ പറഞ്ഞ വിദ്യാർത്ഥിയുടെ, ഈ പറഞ്ഞ ശ്രീകുട്ടി എന്ന് പറഞ്ഞ കുട്ടിയുടെ സുഹൃത്തുമുണ്ട്, സഹപാഠി. അപ്പോൾ പ്രതി ഇപ്പം 300 സെക്ഷൻ, ഏതോ ഒരു സെക്ഷൻ പടി ജയിലിൽ കഴിയുവാണ് ഈ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ഈ പെൺകുട്ടി പാരലൈസ്ഡ് ആണ്, അതായത് നാഡീഞരമ്പുകൾക്കുണ്ടായിട്ടുള്ള ആഘാതത്തെ തുടർന്ന് കുട്ടിക്ക് ചലിക്കാൻ പറ്റുന്നില്ല. സൈഡൊക്കെ പാരലൈസ്ഡ് ആയിപ്പോയി. പെൺകുട്ടിയുടെ മുന്നത്തെ ഫോട്ടോ ഞാൻ കണ്ടപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്. ഇപ്പം ഈ ഒരു അപകടത്തെ തുടർന്ന് അവള് അവശ നിലയിൽ ഇങ്ങനെ മുഖമൊക്കെ കോടി പോയിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുന്നത്. അപകട സമയത്ത് അല്ല, അതിനുശേഷം ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് വളരെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അന്ന് ചികിത്സയിൽ ഉള്ള സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്തൊക്കെയോ ധനസഹായമോ അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങൾ ഏർപ്പെടുത്താം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടിയും ഈ പറഞ്ഞ കുട്ടിയുടെ മാതാപിതാക്കൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് ചികിത്സ മാറ്റി. കാരണം അത് മേ ബി കുട്ടിയുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം തങ്ങളുടെ മക്കള് അല്ലെങ്കിൽ മകള് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ഏതൊരു പാരന്റ്സും ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കുട്ടിയെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റി. കാരണം ഫോർ ബെറ്റർ ട്രീറ്റ്മെന്റ് അത് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആണ് ചികിത്സ ഇപ്പോഴും തുടരുന്നതെങ്കിൽ ആരോഗ്യമന്ത്രി മേൽ പറഞ്ഞ സഹായം ലഭ്യമാക്കിയേനെ എന്നുള്ള തരത്തിൽ കുറെ അടിമ കമ്മികളുടെ കമന്റ് ഞാൻ അതിൽ കണ്ടു.
അതൊരു തീർത്തും ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു കമന്റ് അല്ല അത്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരുടെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് ആ പെൺകുട്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കൈവിടുന്നത് ശരിയല്ല. മലയാളികൾ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളെ ഇന്ത്യയിൽ ഇപ്പം ഇത്രയധികം സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യത്വം ഈ ഹ്യൂമാനിറ്റി ഉള്ള ആൾക്കാരായ നമ്മൾ മലയാളികൾ തന്നെയാണ്. അതിലെനിക്ക് സംശയമൊന്നുമില്ല. ബട്ട് ഈ ഒരു കാര്യത്തിൽ ഈ പിന്നെ എന്താണ് ഈ അവനവന്റെ പാർട്ടിയിലെ അംഗങ്ങളെ അല്ലെങ്കിൽ പറഞ്ഞ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു കിട്ടിയ ക്യാപ്സ്യൂള് വിഴുങ്ങാതെ മറ്റു ഒരുപറ്റ ആൾക്കാർ ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിനെയും അതേപോലെ കേന്ദ്ര സർക്കാരിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പഴിചാരിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആൾക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ നടക്കുന്നത്. കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേ അത് ആരുടെ അണ്ടറിൽ വരുന്നതാണ്? കേന്ദ്ര സർക്കാരിന്റെയാണ്. അത് സംസ്ഥാന പാതയിലുടനീളം പിന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ ആവുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെയും റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെയാണ് ആൾക്കാർ പരിഹസിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരു ഉപമ. ഇപ്പം വല്ലവനും ഒരുത്തിയെ പിഴപ്പിച്ചിട്ട് ഒരു കൊച്ചുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് നിങ്ങൾ കൊടുക്കുക? അവന്റെ ക്രെഡിറ്റ് ആർക്ക് നിങ്ങൾ കൊടുക്കും? ഈ പിഴപ്പിച്ചവന് കൊടുക്കോ? അല്ലെങ്കിൽ പിന്നെ പിഴപ്പിച്ചവൻ ഇപ്പൊ ഒരു വാഹനത്തിൽ സഞ്ചരിച്ച് ആ വാഹനം ഇന്നേ കമ്പനിയുടെതാണ്. ഒരു ഫോക്സ് വാഗൻ കാറിന്റെ ഒരു ഫോക്സ് വാഗൻ ഒരു കാറിലാണ് ഈ പറഞ്ഞ പിഴപ്പിച്ചവൻ യാത്ര ചെയ്തത്. അപ്പൊ ആ ഫോക്സ് വാഗൻ എന്നുള്ള കമ്പനി നിങ്ങൾ പഴിച്ചാലോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ശരിക്കും ഇവിടെ നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്രം സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അടികൂടാതെ നിങ്ങൾ ഈ പറഞ്ഞ കൾപ്രിറ്റ് ആയിട്ടുള്ള സുരേഷ് കുമാർ എന്നുള്ള വ്യക്തിയെ തക്കതായിട്ടുള്ള ശിക്ഷ അയാൾക്കെതിരെ നടപ്പിലാക്കണമെന്നും അയാളൊക്കെ വേഗം തന്നെ യമലോകത്തേക്ക് പറഞ്ഞയക്കാനും വേണ്ട സഹായം പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം. എങ്ങനെയെങ്കിലും മറ്റേ ഹൈക്കോടതിയിൽ വാദിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇയാളെയൊക്കെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് നിങ്ങൾ മേടിച്ചു കൊടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ഈ പൊളിറ്റിക്സും പറഞ്ഞുകൊണ്ട് അത് കേന്ദ്രത്തിൻ്റെതാണ്, കേന്ദ്രമാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അടി കൂടുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഈ കേന്ദ്രത്തിന് കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ചില ആൾക്കാർ പറയും ഇത് നടന്നത് കേരളത്തിലാണ്, പിണറായി വിജയന്റെ പ്രബുദ്ധ കേരളത്തിലാണ് നടന്നത്. അപ്പൊ ഇത് സംസ്ഥാന സർക്കാരിനെയും കൂടെ വീഴ്ചയല്ലേ എന്നുള്ള ചോദ്യം വരും. അതും കൂടെ വരും. അപ്പൊ നിങ്ങൾ ഈ എല്ലാത്തിനും ഈ ഒരു കോയിന് രണ്ട് വശമുണ്ട്. അപ്പൊ അത് മറന്നുകൊണ്ട് നിങ്ങൾ ഈ അടി കൂടല്ലേ വെറുതെ. അതൊരു പെൺകുട്ടിയുടെ ജീവിതമാണ്. ഒരു ജീവിതം വെച്ചാണ് നിങ്ങൾ ഈ കമന്റ് ബോക്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാത്തിലും ഈ റിലിജിയൻ പൊളിറ്റിക്സ് കുത്തിക്കയറ്റരുത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. പിന്നെ ചികിത്സക്ക് തന്നെ ഇപ്പൊ നല്ല തുക ചെലവഴിക്കുന്നുണ്ടാവും അവർ. ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് തുക ക്ലെയിം സംഗതികളൊക്കെ കിട്ടും, MACT ക്ലെയിം ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഒരു ട്രെയിൻ ആക്സിഡന്റ് അല്ലത്. അതിപ്പം ട്രെയിൻ ആക്സിഡന്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ട്രെയിൻ അതിന്റെ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് തീർത്തും ഒരു ക്രിമിനൽ ഒഫൻസ്, അല്ലെങ്കിൽ ഒരാൾ മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യക്ക് ഇപ്പൊ കേസൊക്കെ എടുത്ത്, പക്ഷെ കേസ് എടുത്തതിനെ കൊണ്ട് ശരിക്കും ഇവർക്ക് എന്തെങ്കിലും പിന്നെ കാര്യമുണ്ടോ? കേസ് എടുത്ത് ഇപ്പൊ അയാളെ ജയിലിലോട്ട് പറഞ്ഞയച്ചു, അയാൾ ഇപ്പോഴും 3 നേരം 4 നേരം നല്ലോണം വെട്ടി വഴുങ്ങി അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടോ? ഈ പെൺകുട്ടിക്ക് എന്താ കിട്ടുന്നത്? നീതി ലഭിക്കുന്നുണ്ടോ? ശരിക്കും ഈ പെൺകുട്ടിക്ക് എന്ത് നീതിയാണ് ഇവിടെ ലഭ്യമാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ CMRF ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ടിലൊക്കെ എത്രയോ കണക്കിന് തുക ആൾക്കാർ പൈസ പിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം പോട്ടെ, നമ്മളെ കേരളത്തിൽ ഇപ്പം എന്തിനേറെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഇൻഫോസിസിന്റെ ആള്, പിന്നെ അതേപോലെ ലുലു ഗ്രൂപ്പിന്റെ ഉടമ മിസ്റ്റർ MA യൂസഫ് അലി സർ എന്ന് വേണ്ട എത്ര ഈ ബോബി ചെമ്മണ്ണൂർ മറ്റേ അങ്ങനെ ഇങ്ങനെ ഈ പ്രൊമോഷൻ ചെയ്യുന്ന ഈ ബിസിനസ് പ്രൊമോഷനും അതേപോലെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഒരു ഫിലാന്ത്രോഫിസ്റ്റ് എന്നുള്ള ടാഗിൽ ഈ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായത്താൽ ഈ കുട്ടിയെ അങ്ങനെ ആരെങ്കിലൊക്കെ സമീപിച്ചിട്ട് ഈ കുട്ടിയെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നില്ല കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പൊതുവെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നമ്മൾ പറയുമ്പോൾ പിന്നെ വൃത്തി അതൊരു മെയിൻ ഘടകമാണ്. അപ്പൊ കേരളത്തിൽ സഞ്ചരിക്കുന്ന ഒട്ടുമിക്ക ട്രെയിനുകളുടെയും അവസ്ഥ നമുക്ക് കുഴപ്പമില്ല. ബട്ട് കേരളം കടന്നു കഴിഞ്ഞാൽ ഈ അന്യസംസ്ഥാനത്ത് നിന്നുള്ള ഈ നോർത്ത് ഇന്ത്യൻ, ബീഹാറി, ബംഗാളി, UP ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർത്തും വൃത്തികേടായിരിക്കും. അപ്പൊ ആ ഒരു ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ റെയിൽവേ അധികൃതർ തയ്യാറാവുന്നില്ല. കുറേ അധികം പിഴവുകളുണ്ട് റെയിൽവേയുടെ ഭാഗത്ത്, ഇഷ്ടംപോലെ പിഴവുകളുണ്ട്. ബട്ട് അതിനെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞു 24 ന്യൂസിന്റെ ഫർമാൻ ഖാൻ സിനിമയിൽ നായികയാക്കാമെന്ന് വാഗ്ദാനം നൽകി. വിവാഹം നടന്നു എന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ. മകളെ തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് ഈ കുംഭമേളയിലെ ഈ പറഞ്ഞ മൊണാലിസയുടെ ഫാമിലി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു 9 മണിക്കൂർ മുന്നേ ഉള്ള പോസ്റ്റാണ്. 138 കമന്റ് ഉണ്ട്. 138 കമന്റിൽ പിന്നെ ആ പെണ്ണ് കാരണം ആ കുടുംബം രക്ഷപ്പെട്ടു വന്നതാണ്. അവൾക്ക് ഇഷ്ടമുള്ള ആണിനൊപ്പം ജീവിക്കാൻ പോയത് ശരിയായില്ല. അവൾക്ക് വേണ്ടി കുംഭമേള നടക്കുന്ന സ്ഥലത്ത് പോയി തുണി ഉടുക്കാത്ത സ്വാമിമാരെയും കണ്ട് 10 കാശ് ഉണ്ടാക്കൂ പെണ്ണെ എന്നുള്ള തരത്തിൽ ഒരു യാസിർ ഷാ എന്ന് പറയുന്ന പ്രൊഫൈലിൽ ഒരു പരിഹാസ രൂപേണ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഒരു ഇറവലവന്റ് ആയിട്ടുള്ള ഒരു കമന്റാണ്. പിന്നെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ കുറെ പേര് പറയുന്നുണ്ട്. കേരള സ്റ്റോറി, ഗർവാപ്സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ കുറെ പേരിങ്ങനെ പരിഹസിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞ ഗോവിന്ദ മാഷയൊക്കെ പരിഹസിക്കുന്നുണ്ട് പലരും. ഇനി ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. പിന്നെ ഇതിൽ കുറച്ച് മുന്നേ ഈ പറഞ്ഞ മാരേജ് രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെക്യുലാർ ഓളികൾ, അതായത് മതേതരവാദികളും ഈ പറഞ്ഞ കൊങ്ങി കമ്മി എല്ലാവരും കൂടെ പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം
ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ അന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ കൈ മലർത്തി. മറ്റൊരു ചാനലിന്റെ പോസ്റ്റിൽ, ഇതേ സംഭവമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റിൽ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് മാതാപിതാക്കളെ സംഖ്യയാക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മാതാപിതാക്കള് ഒരു സംഘപരിവാർ അജണ്ട ഫോളോ ചെയ്തിട്ട് മനഃപൂർവ്വം പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നും പറഞ്ഞാണ് കുറെ പേര് രംഗത്ത് വന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക്, നിങ്ങളുടെ മകള്, ഒരു 16 വയസ്സുള്ള മകള് ഒരു UP അല്ലെ ബീഹാറിലുള്ള ഒരു ക്രിസ്ത്യൻ അല്ലെ മുസ്ലിം, ഒരു ഹിന്ദു മതവിശ്വാസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി കഴിഞ്ഞാൽ, ഒരു ലിവിങ് ടുഗദറോ എന്തോ ആയിക്കോട്ടെ, പ്രായപൂർത്തിയായിട്ടില്ല, അപ്പോൾ മാരേജ് കഴിക്കാനുള്ള, കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല, അപ്പൊ അങ്ങനെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യില്ല, എങ്ങനെ നോക്കിക്കാണും എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടും ചോദിക്കുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ളവരോട് ഇറങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ സംഗി കുങ്കി മറ്റേ സുഡാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അല്ലല്ലോ. അപ്പൊ അവനവന് വരുമ്പോൾ മാത്രമേ ആൾക്കാർ പഠിക്കൂ. ഇപ്പോഴും ഇതിനെ ഒരു BJP അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടയായിട്ട് കാണുന്ന ആൾക്കാരോട് എനിക്ക് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളുടെ മകള്, ഒരു 16 വയസ്സുള്ള മകൾ ഇങ്ങനെ ഒരു അന്യ മതസ്ഥന്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എന്താ ഫീൽ ചെയ്യുന്നത്? സിമ്പിൾ, നിങ്ങൾ ആലോചിക്കുക. കഷ്ടം, പ്രബുദ്ധ മലയാളികളുടെ ഒരു അവസ്ഥയെ. അഭിവാദ്യങ്ങൾ. അതായത് കണ്ണൂരിൽ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ പ്രതിയായവർക്ക് അഭിവാദ്യങ്ങളുമായി CPM പ്രവർത്തകർ. ഞാനെന്ന് പറയണ്ടേ, നിങ്ങൾ തന്നെ പറ. ഇതിലൊക്കെ ഒരു 80-90% ആൾക്കാരും ഈ പറഞ്ഞ ഫാക്ട് തന്നെയാണ് പറയുന്നത്. അതായത് ഗുണ്ടകൾക്ക് അഭിവാദ്യങ്ങളുമായി ഗുണ്ടകൾ. എല്ലാവരും ഈ പറഞ്ഞ LDF സർക്കാരിനെയും ഈ പറഞ്ഞ സംഘടനയൊക്കെ വളരെ മോശമായിട്ടാണ് കമന്റിൽ പരാമർശിക്കുന്നത്. ബട്ട് അതിനിടയിൽ ഒരു 10%, 20% ഈ പറഞ്ഞ ക്യാപ്സ്യൂളുകളുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചവറുകളും പറഞ്ഞിട്ട് പ്രതിരോധിക്കുന്ന ആൾക്കാരെയും നമുക്കിതിൽ കാണാൻ പറ്റും. കഷ്ടം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോഴും ഈ അക്രമം അഴിച്ചുവിടാൻ നിങ്ങൾക്ക് നാണമില്ല. അത് ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, നിങ്ങൾ BJP അല്ലെങ്കിൽ CPM കോൺഗ്രസ് ആരും ആയിക്കോട്ടെ, ഇപ്പോഴും നിങ്ങൾക്ക് നാണമില്ല. ഞാൻ ചോദിക്കുന്നത്, ഒന്നാമത് കണ്ണൂര് ഞാൻ കണ്ട കാലം മുതൽക്ക് കുത്തും കൊലയും ബോംബും ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇതൊന്നും കേൾക്കാറില്ല. കുറച്ചൊരു സമാധാനത്തോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ വീണ്ടും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ള കാരണം പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ശരിക്കും നമുക്ക് മനസ്സമാധാനമല്ലേ വേണ്ടേ? ആ മനസ്സമാധാനം തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടേണ്ട ആവശ്യമുണ്ട്. എന്തിന്റെ ആവശ്യത്തിനാണ്? ഇപ്പം ഈ ജയവും തോൽവി, ഇനിയിപ്പം ഈ May 4 ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് ഇനി എന്തൊക്കെ പുകിലുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. എന്തൊക്കെ കുത്തും ബോംബേറും എന്തൊക്കെ നടക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതാണ് ഇന്നത്തെ എന്താണ് ശരിക്കും ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളമായിട്ട് AC കാറിൽ സഞ്ചരിച്ച് നല്ല ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഇതിനെ ഈ പറഞ്ഞ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കൊണ്ടും കൊലവിളി നടത്തിയും ഈ പറഞ്ഞ കൊടി പിടിച്ചും ഈ അഗ്രഷൻ കാണിച്ചിട്ട് നടക്കേണ്ട വല്ല ആവശ്യമുണ്ട്? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു ഈ അടുത്തൊക്കെ എന്നാലും കുറച്ചു പേർക്കൊക്കെ വിദ്യാഭ്യാസം, കുറച്ച് വിവരം വന്നു തുടങ്ങി. എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു യൂത്ത് വിങ്ങിലൊന്നും ഇപ്പൊ അത്രയധികം രാഷ്ട്രീയ പ്രവർത്തകരെ കാണാൻ പറ്റുന്നില്ല. ഈ കൗമാരപ്രായക്കാരെയും ഈ പറഞ്ഞ കോളേജ് സ്റ്റുഡൻസിനൊക്കെ കാണുന്നുണ്ട്. ബട്ട് അത് കഴിഞ്ഞൊരു പക്വതയൊക്കെ വരുമ്പോൾ ഒരു യൗവന കാലഘട്ടത്തിൽ ഇപ്പൊ അത്രയധികം ആക്ടിവിസ്റ്റുകളെയൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. കുറവാണ്, എന്നാലും കുറവാണ്. ആൾക്കാർ കുറച്ച് വിവരം വെച്ച് തുടങ്ങി തോന്നുന്നു. അടുത്തത് മോബ് അറ്റാക്സ് മേഘാലയ പോലീസ് ടീം ഇൻ ഹരിയാന വൈൽ എസ്കോർട്ടിംഗ് ATM റോബറി അക്യൂസ്ഡ്. മേഘാലയയിൽ ATM കവർച്ച നടത്തിയ ക്രിമിനലുകളെ, മേഘാലയ പോലീസ് ഈ പറഞ്ഞ ATM കവർച്ച നടത്തിയ പ്രതികളെ ഹരിയാനയിൽ വെച്ചിട്ട് പിടികൂടിയിട്ട് കൊണ്ടുവരാൻ നേരത്ത് പോലീസ് വാഹനം വളഞ്ഞ് ഈ പറഞ്ഞ പ്രതികളെ വെടിവെക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ
ഇതിന് സമാനമായിട്ടുള്ള ഒരു സിനിമ, അതായത് നമ്മളെ ഈ തീരാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞൊരു കാർത്തിയുടെ സിനിമ, അതായത് സൂര്യയുടെ ജ്യേഷ്ഠന്റെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊരു ബവേരിയ ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഒരു വളരെ ഇതായിട്ടുള്ളൊരു റിച്ചറസ് ആയിട്ടുള്ളൊരു ഒരു ഗ്യാങ്, അതായത് ക്രിമിനൽ സംഘം. നമ്മൾ ഈ അടുത്ത് ആലപ്പുഴയിലൊക്കെ പിടിക്കപ്പെട്ട ഈ തമിഴ്നാട്ടിലെ കുറുവ സംഘങ്ങളൊക്കെ പറയുന്നില്ലേ, അതേപോലെ അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ അങ്ങനെയുള്ള സംഘങ്ങളെ പറ്റിയിട്ടുള്ള ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. അതായത് ഈ ബവേരിയ ഗ്യാങ് ഈ പറഞ്ഞ രാജസ്ഥാൻ ഹരിയാന ഭാഗത്തുനിന്ന് ഈ കൂടുതലും ഈ ലോറി പണിക്കാരാണ്. അപ്പോൾ അവർ തമിഴ്നാടുകളിലൊക്കെ വന്നിട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വന്ന് തമ്പടിച്ച് ഈ പറഞ്ഞ തക്കം നോക്കി വീടുകളിൽ കയറി കൊലപ്പെടുത്തിയിട്ട്, അതായത് അത്രയും മാരകമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി ഈ പറഞ്ഞ കവർച്ച നടത്തി പോകുന്ന ഒരു സംഭവം. ആ ഒരു വീഡിയോ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണുക. തീരാൻ അധികാരമുണ്ട്, അങ്ങനെ എന്തോ ആണ് സിനിമയുടെ പേര്. പിന്നെ അതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു കേസ് ഹിസ്റ്ററി ഒക്കെ എഴുതിയ പോലെ. എനിക്ക് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ പേജിൽ നിന്നും ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നും എനിക്ക് അതിന്റെ ഇത് കിട്ടി. അപ്പൊ ഞാനത് വായിച്ചു നോക്കിയിട്ട് വായിച്ചപ്പോൾ തന്നെ എനിക്ക് എന്റെ കിളി പോയി. കാരണം കണ്ണൂർ സ്ക്വാഡും അതിന് സമാനമായിട്ടുള്ള ഒരു സിനിമയാണ്. കണ്ണൂർ സ്ക്വാഡും റിയൽ ലൈഫ് ഇൻസിഡന്റ് അല്ലേ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതേപോലെ ശരിക്കും നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശ്, പിന്നെ ഒഡീഷ, അവിടെയൊക്കെ എല്ലാ സ്റ്റേറ്റുകളിലും പിന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർ ഉണ്ട്. അതായത് എന്തിനും മടിക്കാത്ത വളരെ അത്രയും മോശമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോൾ അടുത്ത് എന്തൊക്കെ കൊലപാതകങ്ങളും ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളും നടന്നിട്ടുണ്ട് എന്നാലോചിക്കുക. ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുന്നെയാണ് കൊല്ലത്തോ ആലപ്പുഴ എങ്ങാണ്ട് വെച്ചിട്ട് അലുവ അതുൽ എന്ന് പറഞ്ഞ ഒരുത്തനെ ഒരു 6 അംഗ സംഘം കാറിൽ വന്ന് വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. അപ്പൊ അതേപോലെ പല സംഗതികളും നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ കഴിഞ്ഞ വർഷം പാലക്കാട് ഹൈവേയിൽ പിന്നെ സ്വർണ്ണവേട്ട, അതായത് സ്വർണ്ണവേട്ടയല്ല, ഈ പറഞ്ഞ കടത്തൽ സംഘം ഒരു കാറിനെ ചേസ് ചെയ്ത് പിടിച്ച് ഹൈവേയിലിട്ട് ചേസ് ചെയ്ത് പിടിച്ചിട്ട് സാധനങ്ങളുമായിട്ട് അടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ കേരളത്തിലും വരുന്നുണ്ട്. കേരളം അത്യാവശ്യം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞ് RSSന്റെ പോലെ ആഘാതം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കും. MA ബേബിയുടെ ഒരു പരാമർശമാണ്. ന്യൂസ് 18 കേരള പുറത്തുവിട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ കൂടുതൽ പേരും BJP അനുകൂലിച്ചുകൊണ്ടാണ് കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി തന്നെയാണ്. കാരണം ഈ 4 വോട്ടിന് വേണ്ടിയിട്ട് ഈ MA ബേബിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തോമസ് ഐസക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗോവിന്ദ മാഷോ ആരും ആയിക്കോട്ടെ, ഇവരൊക്കെ ഇത്രയും അധപ്പതിച്ചു പോകുമെന്ന് ഞാൻ കരുതില്ല. കാരണം CPM എന്നുള്ളൊരു സംഘടന എനിക്ക് തോന്നുന്നു അത്രയും നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വേണമെന്ന് നമുക്ക് വിളിക്കാം. കാരണം അങ്ങനെയുള്ളൊരു നിലപാടും ഈ പറഞ്ഞ വ്യക്തിത്വമൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. ബട്ട് ഇതിപ്പം ആകെപ്പാടെ ഈ ന്യൂനപക്ഷ പ്രീണനവും അതേപോലെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സും ഇതൊക്കെ കാണിച്ച് തീരെ അധപ്പതിച്ചു പോയി. ഉള്ളത് പറയാലോ. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ കുറച്ച് അവരെ പ്രീതിപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഇതിൽ കാണുന്നത്. നമ്മൾ കാണുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതായത് തീവ്ര പിന്നെ ഇസ്ലാമിക സ്വഭാവമുള്ള ഈ ശരിയ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ സംഘടന. അപ്പോൾ അത് പിന്നെ ബംഗ്ലാദേശിൽ നടന്നതിനെ പറ്റി നമുക്കറിയാം. ഷെയ്ഖ് ഹസീന പിന്നെ അവിടുന്ന് പറഞ്ഞ് ഇന്ത്യയിലോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു, അതിന് ഇൻഫ്ലുവൻസ് ചെയ്ത സംഘടന ഏതാണെന്നും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പഠിച്ച് വിമർശിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു സംഘടനയെ ഇത് ഈ ലെഫ്റ്റ് ഐഡിയോളജി, അതായത് നമ്മളെ ഈ LDF സർക്കാരും ഈ പറഞ്ഞ ആൾക്കാരും അവരെ ഭയന്നിട്ടാണോ, ഇനി അതല്ല ഈ പറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഈ 4 വോട്ടിന് വേണ്ടി പ്രീതിപ്പെടുത്തുന്നതാണോ എനിക്കറിയില്ല. എന്താണ് അതിന്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാനുണ്ടായിരുന്നത്. ഇപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് അടുത്ത ഏതെങ്കിലും ചർച്ചാ വിഷയങ്ങളുമായിട്ട് കാണാം. ഞാൻ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കടമെടുത്ത കണ്ടന്റുകളാണ്. അതിനെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ